പറഞ്ഞാലും ശരി, ഈ കല്യാണം നടക്കില്ല. കല്യാണം വല്ല ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് ഈ കല്യാണം വേണ്ടെന്ന് പറയാതെ എങ്ങനെ ശരിയാവാനോ? നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണ് കല്യാണം ഉറപ്പിച്ചത്. നിനക്ക് ആരോടും പ്രേമവും ഇല്ല, 16 വയസ്സായില്ലേ, ഇനി എപ്പോ കേട്ടാനാ നീ? കല്യാണത്തിന് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. എന്താ ഇവിടെ പ്രശ്നം? കുറെ നേരമായാലും വലിയ ബഹളം. പെമ്പിളാർക്ക് ഇത്ര അഹങ്കാരം കൊള്ളത്തില്ല. ആവശ്യത്തിൽ കൂടുതൽ സൗന്ദര്യമുണ്ട്, അവന് വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, പിന്നെ എന്നാത്തിന്റെ കുറവായിട്ടാ നീ കല്യാണം വേണ്ടെന്ന് പറയുന്നത്? അച്ഛൻ നിങ്ങൾക്ക് എന്താ എന്നെ മനസ്സിലാവാത്തെ? നമ്മളിപ്പോ വാക്ക് പറഞ്ഞതിന് ശേഷം എങ്ങനെയാ പിന്നെ വേണ്ടെന്ന് വെക്കുന്നത്? നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞോളാം. ഇവക്ക് എന്ത് പറ്റി? എനിക്കറിയാല. നീ ഒരു കാര്യം ചെയ്യാം, ഒന്നുകൂടെ മയത്തിലോട് പറഞ്ഞു നോക്ക്. ഈ കല്യാണം നടന്നു കിട്ടിയ അവളുടെ ഭാഗ്യമാണ്. അത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? എല്ലാം ഒത്തു വന്നപ്പോ ഇതെങ്കിലും നടക്കുമെന്ന് വിചാരിച്ചതാ. അവളാണെ അമ്പിലും ബില്ലിലും എടുക്കുന്നില്ല. 16 വയസ്സായി. അവിടെ കൂട്ടത്തിൽ പഠിച്ചവർക്കെല്ലാം കല്യാണവും കഴിഞ്ഞു. കല്യാണം കഴിക്കാതെ പിന്നെ സന്യസിക്കാനാണ് അവളുടെ ഭാവം. നമ്മൾ ഇതൊക്കെ അവൾക്ക് വളം വെച്ച് കൊടുക്കുന്ന അവക്കറിയാം. അതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. കല്യാണം കഴിക്കുന്നോടം വരെ എല്ലാവരും കല്യാണം വേണ്ട വേണ്ടെന്ന് പറയും. അത് കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും. എൻ്റെ കൃഷ്ണ, ഇതെങ്കിലും ഒന്ന് ശരിയാക്കി തന്നാൽ മതിയായിരുന്നു. ഹലോ, ഞാൻ ആതിരയാ. ഇത്രയും ദിവസമായിട്ടും എനിക്കൊന്ന് കണ്ട് സംസാരിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. വീട്ടുകാര് ഇത്രയും പെട്ടെന്ന് കല്യാണം തീരുമാനിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. ഉറപ്പിച്ചിരുന്നാലും 1 വർഷം കഴിഞ്ഞൊക്കെ മതി എന്നായിരുന്നു ഇനി. പക്ഷെ അച്ഛനും അമ്മയ്ക്കും തന്നെ നല്ല രീതിയിൽ അങ്ങ് ബോധിച്ചു. അതാ ഇത്ര പെട്ടെന്ന് തീരുമാനിച്ചത്. ഞാൻ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ. എന്താടോ, എന്തു പറ്റി? ഈ കല്യാണം നടക്കില്ല. അത് എൻ്റെ അച്ഛനും അമ്മയും എന്നോട് ചോദിക്കാതെ ഈ കല്യാണം ഉറപ്പിച്ചത്. അല്ല, തനിക്ക് വേറെന്തെങ്കിലും അഫെയർ ഉണ്ടോ? ഇല്ല. പിന്നെന്താ, തനിക്ക് എന്നെ ഇഷ്ടമായില്ലേ? അയ്യോ, അതൊന്നുമല്ല. കൂടുതൽ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. ഞാനിപ്പം കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചെങ്കിൽ എക്സ്ട്രീംലി സോറി. ഹലോ 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 കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ട്. അവരുടെ വീട്ടുകാരൊന്നും ചോദിച്ചില്ലെന്ന് പറഞ്ഞ് നമുക്ക് അവർക്ക് കൊടുക്കണ്ടേ സ്വർണം? എന്തായാലും കുറച്ച് പുതിയതൂടെ വാങ്ങിക്കേണ്ടി വരും അല്ലേ? ആ വിനുവിന്റെ വീട് അടുത്തല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ ഈ കല്യാണം സമ്മതിച്ചത്. ഒറ്റ മോളല്ലോ നമുക്ക്, അവളെ നമുക്ക് മരണം വരെ കണ്ടോണ്ടിരിക്കാമല്ലോ. എന്തായാലും സാരി കാഞ്ചീപുരത്തൊന്ന് മതി കേട്ടോ. ആയിക്കോട്ടെ. ആർക്ക് സാരി എടുക്കുന്ന കാര്യം നിങ്ങൾ ഈ കാര്യമായിട്ട് സംസാരിക്കുന്നത്? നിന്റെ കാര്യം തന്നെ, നിന്റെ അല്ലയോ കല്യാണം? എന്റെ കല്യാണ കാര്യമാണെങ്കിൽ അത് നടക്കത്തില്ല. ഞാൻ വിനുവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നെ അഹങ്കാരോടി നീ കാണിക്കുന്നത്? ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാനേ ഞങ്ങൾ മുതിർന്നവരുണ്ട് കേട്ടല്ലോ. നിങ്ങളെ ഇവിടുത്തെ കാര്യം മാത്രം അങ്ങ് നോക്കിയാൽ മതി, എന്റെ കാര്യം നോക്കാൻ വേണ്ട കേട്ടല്ലോ. മോളെ, അച്ഛാ, അച്ഛനൊന്നും പറയണ്ട. എനിക്കിപ്പോ കല്യാണം വേണമെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങൾക്കൊക്കെ ഞാൻ ഒരു ഭാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ അങ്ങോട്ടേക്ക് ഹോസ്റ്റലിലോട്ട് മാറിക്കോളാം. അല്ലേലും അത് തന്നെയാ നല്ലത്. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാലോ. കണ്ടോ, നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? ഇവിടെ ഒക്കെ നരകമാണോ? നമ്മളൊക്കെ നരകത്തിലെ ആൾക്കാരും മനസ്സിലാവുന്നുണ്ടോ? ഇമോഷണൽ ഡ്രാമ തുടങ്ങി. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞങ്ങൾ ചത്താ സമാധാനാവോ? മതി, നിർത്ത്. ഇവിടുത്തെ കാര്യം നിശ്ചയിക്കുന്നത് ഞാനാ. എന്റെ ഭാഷയെ കല്യാണം നടത്തുന്നത് ഞാനത് നടത്തും. ഇത് നടന്നില്ലെങ്കിൽ നിന്റെ അച്ഛനെ നീ പിന്നെ കണ്ടില്ലാന്ന് വിചാരിച്ചു. മിണ്ടി പോരുത്. ഒറ്റ മോഡലെന്ന് കരുതി എന്നിനെ ഒരുപാട് കൊഞ്ചിച്ചിന് ലാളിച്ച് വളർത്തിയത് അതിന്റെ തെറ്റാ. അത് ഞാൻ തിരുത്താൻ പോവാ. നിങ്ങളിത് എവിടെ പോവാ? നിങ്ങൾ ഇത് എവിടെ പോവാ? മനുഷ്യനെ തീ തീറ്റിക്കാട്ട് കാര്യം പറഞ്ഞു പോവും. ഞാൻ ആ വിനുവിന്റെ വീട് വരെ പോവുക. അവനെ കണ്ട് ഇപ്പൊ തന്നെ സംസാരിക്കണം. പറ്റുമെങ്കിൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ കല്യാണം നടത്തുകയും വേണം. മോനോ, ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. ആതിരയില്ലേ, എന്തോ ഈ കല്യാണം നടക്കില്ലെന്നൊക്കെ വിളിച്ചു പറഞ്ഞായിരുന്നു.
സത്യം പറഞ്ഞാൽ എനിക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. അതാ നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ വീട്ടിൽ പറയാതെ വന്നിരിക്കുന്നത്. അതെന്തായാലും നന്നായി മോനെ. അവളി കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുക. പക്ഷേ മോന് എതിർപ്പില്ലെങ്കിൽ അച്ഛൻ നിശ്ചയമായിട്ട് കല്യാണം നടത്തും. പക്ഷേ എൻ്റെ എതിർപ്പിലല്ലല്ലോ കാര്യം. ആതിരെ ഈ കല്യാണം വേണ്ടെന്ന് പറയുന്നെങ്കിൽ അതിലെന്തെങ്കിലും ഒരു റീസൺ കാണത്തില്ലേ? അത് നമുക്കറിയണ്ടേ? ഞാൻ അവളോട് സംസാരിച്ച പ്രത്യേകിച്ചൊരു കാരണം അവള് പറയുന്നില്ല. ഒന്നും കാണത്തില്ലെന്നേ. ഇപ്പോഴത്തെ പിള്ളേരല്ലയോ, ഓരോ തോന്നലാ അതൊക്കെ. ഞാൻ ആതിരയോടൊന്ന് സംസാരിച്ചോട്ടെ? അതിനെന്താ മോനെ, സംസാരിക്കേ. ചിലപ്പം നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തിയാ അവിടെ ഭാഷയൊക്കെ പോയേക്കും. ഇവളിത് എന്ത് ഭാവി ചെയ്ത്? എന്നോട് റീസണൊന്നും ചോദിക്കരുത്. എനിക്കൊന്നും പറയാനില്ല, പ്ലീസ്. എടോ, താൻ കല്യാണം വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ എഗ്രി ചെയ്തില്ലേ? അപ്പോൾ അത് വേണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് അറിയാനുള്ള അവകാശമില്ലേ? ഇനി തനിക്കെന്നെ ഇഷ്ടമായിട്ടാണോ? എന്തുണ്ടെങ്കിലും തനിക്ക് തുറന്നു പറയാം. വേറൊന്നും കൊണ്ടല്ല. ഒരു പെണ്ണ് റിജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ നിന്നും വലിയ സങ്കടമൊന്നുമില്ല ഒരാളിന്. കാരണം എന്താണെന്ന് അറിഞ്ഞാൽ അതോർത്ത് അങ്ങനെ സമാധാനപ്പെടാമല്ലോ. വിനുവിന് എന്തെങ്കിലും കുറവുണ്ടായിട്ടൊന്നുമല്ല ഞാൻ നോ പറഞ്ഞത്. ശരിക്കും ഞാൻ ഈ മാരേജിന് ഒട്ടും ഓക്കെ അല്ല, അത് മാത്രമാണ് കാരണം. താൻ ഓക്കെ അല്ല, തൻ്റെ മനസ്സിൽ വേറെ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത് എനിക്ക് കാണാൻ വന്നപ്പോൾ തന്നെ മനസ്സിലായി. എടോ, ആ വിഷമം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ തുറന്നു പറ. അപ്പോഴെങ്കിലും തനിക്കൊരു ആശ്വാസം കിട്ടൂലേ? താൻ എന്നെ കല്യാണം കഴിക്കണ്ട, പക്ഷെ എന്നൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണ്ട് തനിക്കിതൊക്കെ പറഞ്ഞുകൂടി? എനിക്കതിന് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നുമില്ല, പ്രത്യേകിച്ച് ബോയ്സ്. അതെന്താ? എനിക്കങ്ങനെ പെട്ടെന്ന് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ തനിക്ക് എന്നെ ട്രസ്റ്റ് ചെയ്യാം. എടോ, ട്രസ്റ്റ് ചെയ്യാൻ ഞാൻ നല്ല ഐറ്റാടോ. എനിക്ക് ആണുങ്ങളെ ആരും ഇഷ്ടമല്ല. ആണുങ്ങളെല്ലാം ചീത്തയാ. താൻ എന്തൊക്കെയായി പറയുന്നത്? എല്ലാ ആണുങ്ങളും ചീത്തയാണെങ്കിൽ തൻ്റെ അച്ഛൻ ചീത്തയാണോ? അല്ലല്ലോ. എടോ, എല്ലായിടത്തും നല്ലതും ചീത്തയായിട്ടുള്ള ആൾക്കാരുണ്ട്. താൻ കണ്ടുമുട്ടിയവരൊക്കെ ചീത്തയായിട്ടുള്ള ആളുകളാണ് എന്നും പറഞ്ഞ് ബാക്കിയുള്ളവരെല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. എടോ, താൻ തനിക്കുണ്ടായ എന്തോ ഒരു ഇൻസിഡന്റ് പേരിലാണ് ബാക്കിയുള്ളവരെ വിലയിരുത്തണത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ശരിയാ, ഇതിന് പറഞ്ഞത് സത്യമാണ്. അങ്ങനെ ഒരു വൃത്തികെട്ട മനുഷ്യൻ കാരണമാണ് ഞാൻ ഈ ലോകത്തുള്ള ആണുങ്ങളെല്ലാം വെറുക്കുന്നത്. ആരായാള്? എൻ്റെ ട്യൂഷൻ സാറ്. അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒരൊറ്റ മോളായിരുന്നുകൊണ്ട് ഓവർ കെയർ ആയിരുന്നു. വീട്ടിൽ വന്ന് പഠിപ്പിക്കാനായിട്ട് അവർ ഒരു ട്യൂഷൻ സാറിനെ അറേഞ്ച് ചെയ്തു. മോളെ, ആരാ? അമ്മയില്ലേ മോളെ? അമ്മ, ഇത് ആരോ വന്നു. അയ്യോ, ആരോ അല്ല മോളെ, ഇന്ന് മുതൽ ട്യൂഷൻ പഠിപ്പിക്കാൻ വന്ന മാഷ. അയ്യോ, മാഷാണോ? കേറി വാ മാഷേ. ഇങ്ങനെ തെറ്റിക്കുവാണേ സ്കൂളിലെ സാറന്മാരാണ് എന്ത് ചെയ്യും? സ്കൂളിലെ സാറുമാരാണെങ്കിൽ ചെവി പൊന്നാക്കും. പക്ഷെ ഈ മാഷ അങ്ങനെ ഒന്നും ചെയ്യില്ല. ദേ,
പൊന്നുപോലുള്ള ഈ ചെവിയലൊക്കെ പിടിച്ച് കിഴുക്കുന്ന സാറന്മാർക്കൊക്കെ ഉണ്ടല്ലോ, നല്ല അടി കൊടുക്കണം. ദേ ഈ വടിയൊക്കെ ഉണ്ടല്ലോ ചുമ്മാതെ വെച്ചിരിക്കുന്നതാ. ഈ മാഷാണെങ്കിൽ ഉണ്ടല്ലോ ദേ ഈ കാലിലൊക്കെ ഇങ്ങനെ ഒരടി അടിക്കും. മോളിങ്ങനെ ദൂരെ ഇരിക്കുന്നുണ്ടാ ഞാൻ പറഞ്ഞ കേൾക്കാത്തത്. നീ അടുത്തു വാ തിരിക്കും വാ. അയ്യോ ഇക്ഷ എന്ന് ഇങ്ങനല്ല എഴുതുന്നത്, കാണിച്ചു തരാം. വാ ഇങ്ങോട്ട് കയ്യെ പിടിച്ച് ഞാൻ കാണിച്ചു തരാം. കണ്ട എന്തോ ചായ എടുക്കട്ടെ? ഈ പുറത്തിരുന്നുള്ള പഠിത്തവേ അത്ര ശരിയാവുന്നില്ല. മോളിങ്ങനെ വെളിയിലോട്ട് നോക്കിയൊക്കെ ഇരിക്കുക. എന്നാ മോളുടെ റൂമിൽ ഇരുന്നോളൂ മാഷേ. ഏതാ മോടെ മുറി? നമുക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. ട്യൂഷൻ വേണ്ടാന്ന് എത്ര കരഞ്ഞു പറഞ്ഞിട്ടും അമ്മയും അച്ഛനും കേട്ടില്ല. അയാൾ എന്നെ മുറി അടച്ചിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. ഇതൊക്കെ ആരോടെങ്കിലും പുറത്തു പറഞ്ഞ അച്ഛനെ അമ്മയെ എന്നെയൊക്കെ കൊന്നുകളയെന്ന് ഭീഷണിപ്പെടുത്തി. അച്ഛനോടും അമ്മയോടൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ കുറ്റപ്പെടുത്തിയാലോന്ന് ഞാൻ പേടിച്ചു. അങ്ങനെ പേടിച്ച് നീറി ഓരോ ദിവസവും വാങ്ങാൻ പറ്റാതെ തള്ളി നീക്കി. അയാൾ എന്നെ അന്നെന്താ ചെയ്തെന്ന് കുറെ കൂടെ വലുതായിട്ടാ എനിക്ക് മനസ്സിലായത്. അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി. അതൊക്കെ എന്റെ സ്വഭാവത്തെ ബാധിച്ചു. ഒരു കാരണവുമില്ലാതെ അച്ഛനോടും അമ്മയോടും ഒക്കെ ദേഷ്യപ്പെടാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു സെക്ഷൽ ലൈഫിനെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാ. എടോ, തൻ്റെ ചെറിയ പ്രായത്തിൽ ആരോ തൻ്റെ അടുത്ത് ചെയ്തൊരു തെറ്റ്, അതിൻ്റെ പേരിൽ താൻ എന്തിനിങ്ങനെ ലൈഫ് കളയണം? ഞാനൊരു കാര്യം പറയട്ടെ, തനിക്കിപ്പം വേണ്ടത് നല്ലൊരു കൗൺസിലിംഗ് ആണ്. പിന്നറിയോ, ഞാൻ എത്ര നാളായിട്ട് ഒരു കൗൺസിലിംഗ് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഇതൊന്നും ആരോടും പുറത്ത് പറയാൻ പറ്റാതെ ഉള്ളിക്കിടന്ന് വിങ്ങി പൊട്ടുക. അമ്മയോടും അച്ഛനോടും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അവർക്ക് താങ്ങാൻ കഴിയില്ല. എടോ, തന്നെ കൗൺസിലിങ്ങിന് ഞാൻ കൊണ്ടുപോവാം. എൻ്റെ ഫ്രണ്ട് ഒരു ഡോക്ടറുണ്ട്, നമുക്ക് അവിടെ പോവാം. തന്നെ പോലെ തന്നെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക്
അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളവരായിരിക്കും 99% പെൺകുട്ടികൾ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊന്നും നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല. പിന്നെ പറഞ്ഞാൽ ശരിയായിരിക്കും. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ അനുഭവിച്ച ആ ഒരു ട്രോമ ഉണ്ടല്ലോ, അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ശരിക്കും ആൺകുട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എടോ, ആൺകുട്ടികളാരും അബ്യൂസ് ചെയ്യപ്പെടാറില്ലെന്നാണോ തൻ്റെ വിചാരം? അവരും ഇതുപോലെ അബ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. പക്ഷെ അതിതുപോലെ ലേഡീസിനെ പോലെ ഒരു ട്രോമയായി മാറത്തില്ല. എനിക്ക് തോന്നുന്നു അതെല്ലാം അവർ ഫാമിലിയിൽ തുറന്നു പറയുന്നതുകൊണ്ടായിരിക്കാം. എന്തായാലും ഞാൻ കല്യാണം വേണ്ടാന്ന് പറഞ്ഞതിന്റെ കാരണം വിനുവിന് മനസ്സിലായല്ലോ. അത് അമ്മയും അച്ഛനും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എടോ, ആദ്യം ഒരു കൗൺസിലിങ്ങിന് പോവാം. എല്ലാം തുറന്ന് പറഞ്ഞു കഴിയുമ്പം വിനുവായിട്ട് തന്നെ കല്യാണം വേണ്ടെന്ന് വെക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാം തുറന്ന് പറഞ്ഞത്. ഞാൻ ഈ കല്യാണത്തിന് പിന്മാറുമെന്ന് എൻ്റെ അടുത്ത് ആരാ പറഞ്ഞേ? പിന്നെ എടോ, ഇപ്പോഴാണ് എനിക്ക് തന്നെ കുറച്ചും കൂടെ ഇഷ്ടമായി തുടങ്ങിയത്. ഞാൻ ഇനി തന്നെ പ്രേമിക്കാൻ തീരുമാനിച്ചു. ഞാൻ തമാശ പറഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. എനിക്കിപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. താന് സമയമെടുത്ത് പറഞ്ഞാൽ മതി. ഉത്തരം എന്താണെങ്കിലും എന്നെ വിളിച്ച് പറയണം. ഞാൻ വെയിറ്റ് ചെയ്തോളാം. പിന്നെ അതുവരെ എന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണ്ടുകൂടി. പിന്നെ ഒരു കാര്യം കൂടെ, ഇനി താൻ ലൈഫിൽ ഒറ്റയ്ക്കല്ല.